Meet the Editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. സ്ത്രീകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും പുരോഗതി ഉറപ്പാക്കാനുള്ള പദ്ധതികളുമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാകുന്നു. 25 വാഗ്ദാനങ്ങളുമായി 5 ഗ്യാരണ്ടികൾ ഉൾപ്പെടുന്നതാണ് പത്രിക. മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കാൻ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ദില്ലിയിൽ ചേരുകയാണ്. പഞ്ചതന്ത്രം ഫലിക്കുമോ എന്നതാണ് ചോദ്യം. ബാലകൃഷ്ണൻ, മോദി ഗ്യാരണ്ടിക്ക് പകരം പഞ്ചതന്ത്രം. നമുക്ക് ഒട്ടും തന്നെ അത്ഭുതകരമായ ഒരു പ്രകടന പത്രികയല്ല കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്ഭുതകരമല്ല എന്ന് ഞാൻ പറയുമ്പോൾ നടപ്പാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, 2004 മുതൽ 2014 വരെയുള്ള UPA സർക്കാരിൻ്റെ ഭരണകാലത്ത് അവർ നടപ്പാക്കി വന്ന പദ്ധതികളുടെ ഒരു തുടർച്ചയായി തന്നെ നമുക്ക് ഈ പ്രകടന പത്രികയെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊരു അത്ഭുതവും ഇല്ല എന്ന് പറയുന്നത്. ഇപ്പം പ്രധാനമായും ഞാൻ കാണുന്നത് ഈ കഴിഞ്ഞ 2-3 മാസമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കാസ്റ്റ് സെൻസസ്, ജാതി സെൻസസ് എന്ന് പറഞ്ഞ വിഷയം. ജാതി സെൻസസ് നടപ്പാക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഏറ്റവും മുഖ്യമായി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, 1931 അവസാനമായി കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അത് ബ്രിട്ടീഷുകാരാണ് നടത്തിയത്. എന്നാൽ അതിനുശേഷം വന്ന ഭരണകൂടങ്ങളൊന്നും തന്നെ അത്തരത്തിലൊരു സെൻസസിൻ്റെ മുൻകൈ എടുത്തിരുന്നില്ല. അത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കും എന്നൊരു സങ്കല്പമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2010 അന്നത്തെ UPA സർക്കാർ, മൻമോഹൻ സിംഗ് ഗവൺമെൻറ് പാർലമെൻറ്റിൽ കാസ്റ്റ് സെൻസസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് 2 സഭകളിലും ചർച്ച ചെയ്യുകയും 2011 അത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2011 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലും കാസ്റ്റ് സെൻസസ് നടന്നു. അപ്പോൾ അത് നടപ്പാക്കിയ ഒരു മുന്നണിയാണ് കോൺഗ്രസ് മുന്നണി, അത് നടപ്പാക്കിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ ആ കാസ്റ്റ് സെൻസസ് പൂർത്തീകരിക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. പൂർത്തിയായി 2015 അരുൺ ജെയ്റ്റ്ലി പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, ഈ സെൻസസ് പൂർത്തിയായി, പക്ഷേ അതിനകത്ത് ഒരുപാട് എറേഴ്സ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായി 2016 മോഡി സർക്കാർ ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയ അന്നത്തെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള അരവിന്ദ് പനഗാരിയ എന്ന് പറയുന്ന ഒരാളെയാണ്. അങ്ങനെ ഒരു കമ്മിറ്റി പ്രഖ്യാപിച്ചു എങ്കിലും അതിനകത്ത് ഒരൊറ്റ മെമ്പർമാരെ പോലും പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല, ഈ നിമിഷം വരെ ആ കമ്മിറ്റിയുടെ ഒരു യോഗം പോലും നടന്നിട്ടില്ല. 8 വർഷമായി. അപ്പം കാസ്റ്റ് സെൻസസ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് യാതൊരു ഇനിഷ്യേറ്റീവും BJP എടുത്തിട്ടില്ല. അത് അവരുടെ നയവുമല്ല. എന്നാൽ അത് നടപ്പാക്കാൻ ശ്രമിച്ച, ഒരു പരിധിയോളം നടപ്പാക്കിയ UPA ഗവൺമെൻറ് ഇപ്പോൾ കോൺഗ്രസ് അത് വീണ്ടും നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് അവർ കമ്മിറ്റഡ് ആണ്. അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ കാണേണ്ടത് ഈ SC/ST പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബഡ്ജറ്റ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. വളരെ അനിവാര്യമായ ഒരു കാര്യമാണത്. നമ്മുടെ പാർലമെൻറ്റ് എടുത്ത് നോക്കിക്കോളൂ, 84 സീറ്റുകൾ നമ്മൾ SC വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുണ്ട്, 47 സീറ്റുകൾ ST വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുണ്ട്. ആകെ നമ്മുടെ പാർലമെൻറ്റിലെ അംഗസംഖ്യ 543 ഏതാണ്ട് 1/5 സീറ്റുകൾ അവർക്ക് സംവരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ പോപ്പുലേഷനിൽ അവരുടെ ഒരു പ്രാധാന്യം വളരെ പ്രധാനമാണ്. ആ വിഭാഗം അതിൻ്റെ ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചിട്ടുമുണ്ട്. ആ വിഭാഗത്തിൻ്റെ അവശതകളെ അഡ്രസ്സ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക ബജറ്റ് തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇനി മറ്റൊരു തുടർച്ചയായിട്ട് ഞാൻ കാണുന്നത് ഈ തൊഴിൽ അതായത് മിനിമം വേജ് 400 രൂപയാക്കും എന്ന് പറയുന്നു. അതും UPA സർക്കാർ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടപ്പാക്കിയ ഏറ്റവും വിപ്ലവകരമായ പദ്ധതിയാണ് NREG എന്ന് പറയുന്നത്, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 2005 ആ പദ്ധതി മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പാക്കുന്നത്. അതായത് ഗ്രാമങ്ങളിലെ എല്ലാവർക്കും 100 ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ പദ്ധതി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2009 ഈ വീണ്ടും UPA സർക്കാർ അധികാരത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ NREG ആയിരുന്നു. അപ്പോൾ ആ പദ്ധതി നടപ്പാക്കിയിട്ടുള്ള സർക്കാരാണ് കോൺഗ്രസിൻ്റെ സർക്കാർ. അവരാണ് പറയുന്നത് ഇനിയിപ്പോൾ അത് മിനിമം വേജ് 400 രൂപയാക്കും എന്ന് പറയുന്നു. അവിശ്വസിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ ഒരു തുടർ പദ്ധതിയാണ്. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു, അത്ഭുതകരമല്ല, നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് റൈറ്റ് ടു ഹെൽത്ത് ആണ്, ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവകാശം. അതും UPA സർക്കാരിൻ്റെ ഈ പറഞ്ഞ നയങ്ങളുടെ തുടർച്ചയാണെന്ന് കാണാം. 2005 ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിച്ച റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവരുന്നത്. അത് മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവരുന്നത്. വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ. ആ റൈറ്റ് ടു ഇൻഫർമേഷൻ തകർക്കുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു അവകാശം ഇന്ത്യൻ ജനതയ്ക്ക് സംഭാവന ചെയ്ത കോൺഗ്രസ് UPA സർക്കാരിൻ്റെ തുടർച്ചയിലാണ് ഞാൻ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ഹെൽത്ത് കാണുന്നത്. അതുമാത്രമല്ല കേട്ടോ, റൈറ്റ് ടു ഫുഡ്, ഭക്ഷണത്തിനുള്ള അവകാശം, അത് 2013 ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവരുന്നത് വഴി നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്. അതേപോലെ തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതും സംഭവിച്ചത് 2009 അപ്പോൾ 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ നടപ്പാക്കുന്നു, 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ നടപ്പാക്കുന്നു, 2013
ഈ ഭക്ഷണത്തിലുള്ള അവകാശം നടപ്പാക്കുന്നു. അപ്പോൾ അത് 3 നടപ്പാക്കിയ ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ യുവാക്കളെ അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. 30 ലക്ഷത്തോളം പുതിയ തൊഴിലുണ്ടാക്കും എന്ന് പറയുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൽ. അത് വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ ഇന്ന് നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് പാർലമെൻറ്റിൽ 4 ചെറുപ്പക്കാർ കയറി അവിടെ പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ രാജ്യം വലിയ തൊഴിലില്ലായ്മയിലേക്ക് പോകുമ്പോൾ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ വാഗ്ദാനം അത് മുന്നോട്ട് വയ്ക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ 50% സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകും എന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം സ്ത്രീകൾക്ക് 50% സംരക്ഷണം റിസർവേഷൻ ഉറപ്പാക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ ആശാ വർക്കേഴ്സിൻ്റെയും അംഗൻവാടി വർക്കേഴ്സിൻ്റെയും ഒക്കെ ശമ്പളം ഇരട്ടി കണ്ട് വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കൂ, ഇന്ന് ഇന്ത്യ നേരിടുന്ന 2-3 പ്രശ്നങ്ങളെ കർഷകർക്കും ചില വാഗ്ദാനങ്ങളുണ്ട്. ഇപ്പോൾ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് സ്വാമിനാഥൻ ഫോർമുല തന്നെ നടപ്പാക്കും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ലോൺ എഴുതിത്തള്ളുന്നതിന്, കടം എഴുതിത്തള്ളുന്നതിന് ഒരു കൃത്യമായ കമ്മീഷനെ നിയോഗിച്ച് വർഷാവർഷം അതിനെ വിലയിരുത്തുമെന്ന് പറയുന്നു. ഞാൻ ഈ പ്രകടന പത്രികയുടെ ഒരു പ്രത്യേകതയായി പറയുന്നത്, ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കാർഷിക മേഖലയിലെ പ്രതിസന്ധി. അതിനെ കൃത്യമായി ഈ പ്രകടന പത്രിക അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൊഴിലില്ലായ്മ അത് വളരെ പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവിടെയും നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തുല്യതയില്ലായ്മ, അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾ, അധസ്ഥിതർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ അവശതകളും അവരഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രതിസന്ധികളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കാസ്റ്റ് സെൻസസ് പോലെ വളരെ വിപ്ലവകരമായ ഒരു പദ്ധതി നടപ്പാക്കും എന്നുകൂടി പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കൂ, വൈകാരികമായി മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം ഇന്ത്യൻ സമൂഹത്തിൽ കൃത്യമായി നടപ്പാക്കേണ്ട അനിവാര്യമായ കാര്യങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നു എന്നത് അങ്ങേയറ്റം നല്ലൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ അതിന് അംഗീകാരം ജനങ്ങൾ നൽകുകയാണ് എങ്കിൽ അത് വലിയൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരും. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പ്രകടന പത്രികയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. തീർച്ചയായും കിസാൻ ന്യായ്, യുവ ന്യായ്, നാരി ന്യായ്, ശ്രമിക് ന്യായ്, ഹിസ്സേദാരി ന്യായ്, അങ്ങനെ എല്ലാവർക്കും ന്യായം, എല്ലാവർക്കും നീതി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രികയിൽ പറയുന്നത്. പഞ്ച് ന്യായ്, 25 ഗ്യാരണ്ടി, 25 ഗ്യാരണ്ടിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെ നൽകിയത്. ഘർ ഘർ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. എല്ലാ വീടുകളിലും എല്ലാ മനുഷ്യനും ന്യായം നൽകുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രകടന പത്രിക പൂർത്തിയായിരിക്കുന്നത്. പ്രകടന പത്രിക എന്ന് പോലും അല്ല കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്, ന്യായ് പത്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, ഇവിടെ എനിക്ക് ഇക്കാര്യത്തിലുള്ള വിമർശനം, കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു ഇലക്ട്രൽ വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു രാഷ്ട്രീയം തുറന്നു പറഞ്ഞാൽ. കാരണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണം രാജ്യത്തെ 2ആയി വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർഗീയമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ കാലമായി നരേന്ദ്രമോദി ഹിന്ദുത്വ പൊളിറ്റിക്സ്, ഇപ്പോൾ 1990കളിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ വന്നു. അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ മണ്ഡൽ ഭൂതത്തെ തുറന്നു വിട്ടിട്ടാണ് ഒരു പരിധിവരെ BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സിനെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. പിൽക്കാലത്ത് ആ മണ്ഡൽ കമ്മീഷനെയും മറികടന്നുകൊണ്ട് ആ ഹിന്ദുത്വ പൊളിറ്റിക്സ് മുന്നോട്ട് പോയി. 2014 മുതൽ നരേന്ദ്രമോദി അത് വേറൊരു തലത്തിലേക്ക്, ഒരു ഹിന്ദു രാഷ്ട്ര തലത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഒരു നെറേറ്റീവ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ BJPയുടെ ഭാഗത്തു നിന്നുണ്ട്, RSSൻ്റെ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനോടൊപ്പമാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. നോക്കൂ, നമ്മൾ ഏറ്റവും ഒടുവിൽ ഹിമാചലിൽ വിജയിച്ച ഘട്ടത്തിൽ, ആ ഘട്ടത്തിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഗ്യാരണ്ടികളെയും സോപ്സിനെയും നരേന്ദ്രമോദി തുറന്ന് എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത്തരം സോപ്സ് ഇന്ത്യയുടെ എക്കണോമിയെ തകർക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അത് കർണാടകത്തിലേക്ക് ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഈ ഗ്യാരണ്ടിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇവർക്ക് ഈ ഗ്യാരണ്ടികൾ, നാട്ടിലെ ജനങ്ങൾക്ക് ഗ്യാരണ്ടികൾ പ്രധാനപ്പെട്ട ഒരു ആകർഷണ വസ്തുവാണ് എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ആ സ്ട്രാറ്റജി ഏറ്റെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. ആ 5 സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെയും BJPക്ക് റീജിയണൽ സത്രപ്പുമാരുണ്ടായിരുന്നില്ല. നേരിട്ട് നരേന്ദ്രമോദിയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ ഒരു പ്രചരണ വിഷയമാക്കുന്നത്.
അത് നടപ്പിലാക്കിയ കാര്യവും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കാൻ. മോദി ഒന്നും നടപ്പാക്കിയിട്ടില്ല. നോക്കൂ, വിദേശത്തെ കള്ളപ്പണക്കാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നിട്ടില്ല. 15 ലക്ഷം രൂപ ഒരു ആളുടെ പോക്കറ്റിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഇന്ത്യൻ എക്കണോമിയിലേക്ക് ഈ പണം തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ മോദിയുടെ ജുംലകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മോദി ഇപ്പോൾ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകളുടെ പണം കൊണ്ടുവന്ന് ആ നിലയിൽ പ്രചരണം സംഘടിപ്പിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്തോ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് എന്ന നിലയിൽ നോക്കൂ. അങ്ങനെ മോദി ഗ്യാരണ്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഹിന്ദുത്വ അജണ്ടയ്ക്കൊപ്പം മോദി ഗ്യാരണ്ടി ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നിതീഷ് കുമാറിൻ്റെ ഒരു അജണ്ടയായിരുന്നു അത്, ആ നിലയിലുള്ള അജണ്ടയുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി വേണം. നമുക്ക് രാഹുൽ ഗാന്ധി പോയി പ്രസംഗിക്കുന്നു ഈ ജാതി സെൻസസ് വേണമെന്ന്, അവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഒരാൾ പറയുന്നു, വേറൊരാൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉണ്ണി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നോക്കൂ, നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ പറയുന്ന ഇപ്പോൾ ജാതി സംവരണമാണ് പറയുന്നതെങ്കിൽ അതിലധിഷ്ഠിതമായിട്ടുള്ള വികസനമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ജാതി സംവരണം പറയുന്നത് എന്തിനാണ്? ഈ പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന വികസനത്തിൻ്റെ നേട്ടം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പിന്നീട് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇതുമായി കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കണക്റ്റഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജാതി സംവരണം വീണ്ടും പറയാൻ പോവുകയാണോ? സംവരണം പറയാൻ പോവുകയാണ് എങ്കിൽ അതിനൊരു കണക്ഷൻ കൊടുക്കണം. അവരുടെ ഈ പറയുന്ന AICCയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ആ കണക്ഷൻ ഉണ്ടാകണം. ആ നിലയിൽ ഉണ്ടാവും. ഇപ്പോൾ നമുക്കത് പൂർണ്ണരൂപം വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ പണം ചെലവഴിച്ചുകൊണ്ട് നോക്കൂ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷം കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചെലവഴിക്കാൻ പോകുന്നത്. അതിൽ മഹാഭൂരിപക്ഷവും ചെലവഴിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള മൊബൈൽ നമ്പറുകളിൽ, വാട്സപ്പ് നമ്പറുകളിലേക്ക് BJPയുടെ പ്രചരണ മാർഗങ്ങൾ, BJPയുടെ പ്രചരണ പാംഫ്ലെറ്റുകൾ നമ്മുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട്, മുഴുവൻ കോർപ്പറേറ്റുകളെയും ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണ കോലാഹലം നടത്തുന്നിടത്ത് ഇപ്പുറത്തൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രചരണ മാർഗം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദൗർബല്യം വളരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. ആ നിലയിൽ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു? 7000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ്, അല്ലേ? അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് 7000 രൂപ വെറുതെ കിട്ടുകയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളാകെ വോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ള അതെന്തുകൊണ്ടാണ്? കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്, തുടർച്ച ഇല്ലാത്തതുകൊണ്ടാണ്. ആ നിലയിൽ തുടർച്ചയുടെ ഒരു അഭാവം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സ്ട്രാറ്റജിയിലുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന അവർ പറയുന്ന മുദ്രാവാക്യങ്ങളിലുണ്ട്. ശരി, പഞ്ചതന്ത്രം ഫലിക്കുമോ എന്നതിനപ്പുറം ഫലിക്കേണ്ടതുണ്ട് എന്നതുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രായോഗികമായ ഈ പറയുന്ന സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ നൽകിയിരിക്കുന്ന ഉറപ്പുകളാണ്. ആ രൂപത്തിലാണത് മനസ്സിലാക്കേണ്ടത്. നേരത്തെ കർണാടകയിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് നടപ്പാക്കുന്നു എന്നുള്ളത് അവിടെ ഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഒരാൾ സ്വയം എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നു, എൻ്റെ അധികാരം എന്നുള്ളത് കാണിക്കുന്നു. ഇപ്പുറത്ത് അങ്ങനെയല്ല, ഞങ്ങൾ പാർട്ടിയുടെ ഉറപ്പാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗെയിം ചേഞ്ചറാകും ഈ പ്രകടന പത്രിക, ഈ ന്യായപത്ര എന്നാണ് അവർ പറയുന്നത്. ഈ ന്യായ യാത്രയാണല്ലോ നടത്തിയത്. അപ്പോൾ ഈ ഉറപ്പുകൾക്കെല്ലാം ന്യായ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാരെ ബാധിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഭാഗീദാരി ന്യായ്, കിസാൻ ന്യായ്, നാരി ന്യായ്, ശ്രമിക് ന്യായ്, യുവ ന്യായ് തുടങ്ങി കാര്യങ്ങൾ ഈ ന്യായ യാത്രയിൽ പറഞ്ഞ ഉറപ്പുകൾക്കൊപ്പം, 25 ഉറപ്പുകൾക്കൊപ്പം ഇത് നടപ്പാക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞതാണ്. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നിയമ ഭേദഗതി വരുത്തുമെന്ന് പറഞ്ഞതാണ്. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകും, ലഡാക്കിന് പ്രത്യേക പദവി നൽകും. ഇതൊക്കെയാണ് കോൺഗ്രസ് നൽകുന്ന ഉറപ്പുകളായി പറയുന്നത്. അപ്പുറത്ത് ഇന്ത്യ തിളങ്ങുന്നു 2004 BJPയുടെ മുദ്രാവാക്യമായിരുന്നല്ലോ. ആ മുദ്രാവാക്യത്തിൻ്റെ അവസ്ഥയാകും അതിനുശേഷം BJP പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതാകും മോദിയുടെ ഗ്യാരണ്ടിക്ക് സംഭവിക്കുക എന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു അന്തിമ രൂപമായിട്ടില്ല. ഇന്നിപ്പോൾ ചർച്ചകൾ നടന്ന ശേഷം അന്തിമ രൂപമാക്കാൻ ഖാർഗെയെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, മോദി നേരത്തെ നൽകിയ ഉറപ്പുകൾ, നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കള്ളപ്പണം പിടിച്ച ശേഷം 15 ലക്ഷം ഓരോ അക്കൗണ്ടുകളിലും എത്തുമെന്ന് പറഞ്ഞ ശേഷം അതിനെ എങ്ങനെയാണ് പിന്നീട് മാറ്റി അവതരിപ്പിച്ചതെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ, മോദി കാലത്ത് തൊഴിലില്ലായ്മ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ വർഷവും 2 കോടി തൊഴിൽ എന്നായിരുന്നു നൽകിയിരുന്ന ഉറപ്പ്. അപ്പോൾ അത് ഫലിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പാർലമെന്റിൽ തന്നെ വന്ന ആ പ്രതിഷേധത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. മറ്റത് ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയൊക്കെ നിയന്ത്രണത്തിലാക്കുന്ന ഒരു രീതി. അപ്പോൾ അങ്ങനെ ഒരു ശക്തി പ്രകടനമാണ് മോദി കാണിക്കുന്നതെന്ന് പ്രസംഗിച്ച രാഹുലിനെ അപ്പുറത്ത് ശക്തി ദേവതയെ അപമാനിക്കുകയാണ്, ദേവിയെ അപമാനിക്കുകയാണ് എന്ന രൂപത്തിൽ ട്വിസ്റ്റ് ചെയ്യാൻ മോദിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് പ്രസംഗങ്ങളും നിലപാടുകളും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊരു തരം എല്ലാത്തിനെയും കീഴടക്കിക്കൊണ്ട് പിടിച്ചടക്കിക്കൊണ്ടുള്ള രൂപത്തിലേക്ക് പോകുന്നു. പ്രതീക്ഷയുടെ ചില കാര്യങ്ങൾ ഇന്ത്യ മുന്നണിയിലും സംഭവിക്കുന്നു എന്നുള്ള. അപ്പോൾ ത്രിപുരയിൽ ഇപ്പോൾ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും മത്സരിക്കേണ്ട കാര്യമില്ല. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്നിലും 2 പേർക്കുമായി വീതിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നു. ഒപ്പം തന്നെ ത്രിപുര എത്ര കാലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു എന്ന് അറിയുന്നതാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനായി ഒരുമിച്ച് പോരാടാം. അത് ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യം ആ രൂപത്തിൽ ഇപ്പോൾ ന്യായയാത്രയുടെ അവസാനവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചില പ്രതീക്ഷകൾ നൽകുന്നതാണ്. അപ്പുറത്ത് അധികാരം ഏതൊക്കെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പ് പ്രചാരണത്തിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹമില്ലെങ്കിലും നമ്മുടെ വാട്സപ്പിലേക്ക് വരികയാണ്. അതെങ്ങനെയാണ്? മെറ്റ നയമാണോ എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് വാട്സാപ്പ് വാട്സാപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മോദിയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് നിയമങ്ങളും ഈ നയങ്ങളും ഒന്നും നടപ്പാക്കേണ്ടതില്ല. അവർക്ക് പ്രത്യേക അധികാരമുണ്ടെന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഫലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പഞ്ചതന്ത്രം ഫലിക്കണമെന്നുള്ളതാണ് അപ്പോൾ പറയാനുള്ളത്. നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ 3 പേർക്കും ഒരേ അഭിപ്രായമാണ്. പഞ്ചതന്ത്രം ഫലിക്കുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ്. Meet the editors.